ഷംന, കൊച്ചിയിലേക്ക് വന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ആലുവ മണപ്പുറമൊക്കെ അമ്പലമൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. റോഡുകളിലൊക്കെ വെള്ളക്കെട്ടുണ്ട്. അതുപോലെ തന്നെ ഇടുക്കിയിൽ ഡാമുകൾ തുറന്നിട്ടുണ്ട്, ഷട്ടറുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മധ്യ കേരളത്തിൽ നിന്ന് നിരവധി കാര്യങ്ങൾ അറിയാനുണ്ട്. ഈ മഴ തന്നെയാണോ പ്രധാന വാർത്ത? അതെ, മഴ തന്നെയാണ് അമൃത. രാവിലെ തെളിഞ്ഞൊരു അന്തരീക്ഷമാണെങ്കിലും മലയോര മേഖലകളിൽ ഉൾപ്പെടെ ഇപ്പോഴും മഴ തുടരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. ഇന്ന് ഈ മധ്യ കേരളത്തിലേക്ക് പ്രധാനമായും വരികയാണെങ്കിൽ ഇടുക്കി, തൃശൂർ, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ഈ ജില്ലകളിൽ എറണാകുളത്തും ഉൾപ്പെടെ യെല്ലോ അലേർട്ടാണ് നൽകിയിട്ടുള്ളതെങ്കിൽ പോലും ഇനി വരും മണിക്കൂറുകളിലും മഴ കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ ഇന്നലെ തന്നെ കലക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല, ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഇലവിഴ, പൂഞ്ചിറ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് നാളെ വരെ പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. ഇടുക്കിയിലേക്ക് വരികയാണെങ്കിൽ ഏത് സമയത്തും മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടാകുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് ഈരാറ്റുപുഴ വാഗമൺ റോഡിൽ നാളെ വരെ രാത്രി യാത്രയ്ക്കുള്ള നിരോധനം കൂടി കലക്ടർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ എറണാകുളം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ പല സ്ഥലങ്ങളിലും ഇന്നലെ മരങ്ങൾ കടപുഴകി വീണതാണ് പ്രധാന പ്രശ്നമായി വന്നിട്ടുണ്ടായിരുന്നത്. പല വീടുകളുടെ മുകളിലേക്കും മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ടായിരുന്നു. ഇന്നലെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ പറവൂരാണ് ഒരു ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അത് വീട് തകർന്ന ആളുകളെ അങ്ങോട്ട് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ജില്ലയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ കടൽക്ഷോഭം ഉൾപ്പെടെയാണ് ഇനി പ്രധാന പ്രശ്നമായി വരാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് അതിനുള്ള മുന്നൊരുക്കങ്ങൾ ജില്ലാ ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് ഈ കർക്കിടകം ആരംഭിച്ചു കഴിഞ്ഞാൽ രൂക്ഷമായ കടൽക്ഷോഭം ചെല്ലാനും ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള മുൻകരുതൽ നടപടികളുമായി പോവുകയാണ് ജില്ലാ ഭരണകൂടം. മുന്നറിയിപ്പ് നേരത്തെ ലഭിക്കുന്ന മുറയ്ക്ക് ആളുകളെ മാറ്റി പാർപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. ഇനി ആലുവ ശിവക്ഷേത്രം എപ്പോൾ മഴ പെയ്താലും പൂർണ്ണമായും മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. സമാനമായ അവസ്ഥ ഈ വർഷവും ഉണ്ടായിട്ടുണ്ട്. ഇന്നലെയാണ് പൂർണ്ണമായും ശിവക്ഷേത്രം മുങ്ങിയിട്ടുള്ളത്. പക്ഷേ ബിംബത്തിൽ നിന്നുൾപ്പെടെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പെരിയാറിലെ ജലനിരപ്പ് കുറയുന്നതിനനുസരിച്ച് ആലുവ ക്ഷേത്രത്തിൽ നിന്നുള്ള ജലനിരപ്പും കുറയും. നിലവിൽ ആ പാലത്തിലേക്ക്, അതായത് മണപ്പുറത്തേക്ക് പോകുന്ന വലിയ പാലത്തിലേക്ക് ആളുകൾക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആളുകൾ പുഴയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയൊക്കെ കണക്കിലെടുത്ത് ഫോട്ടോ എടുക്കാനും മറ്റും വരുന്ന ആളുകളുണ്ട്. അത് ഒരു വലിയ അപകടത്തിലേക്ക് നയിക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടാണ് പാലത്തിലേക്കുള്ള പ്രവേശനം കൂടി നിരോധിച്ചിരിക്കുന്നത്. ഇതാണ് മഴയുമായി ബന്ധപ്പെട്ട് മധ്യ കേരളത്തിൽ നിന്ന് നൽകാനുള്ള പ്രധാനപ്പെട്ട വാർത്ത.